ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു കത്ത് സ്പേസി ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു SCERT ചാപ്റ്റർ ഉണ്ട്. 9ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠം, ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ SCERT പഠിച്ചതിന് ശേഷം നമുക്ക് ഡീപ്പായിട്ട് ടോപ്പിക്കുകൾ പഠിക്കാം. അപ്പോൾ SCERT പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം ഏകദേശം ഒന്ന് കവറായ പോലെ തന്നെയാണ്. മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്താണ് SCERT എന്നാണ് ഇപ്പോൾ വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് SCERT പഠിച്ചതിന് ശേഷം മാത്രം ടോപ്പിക്ക് ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോകാം. നമുക്കറിയാം ഭരണഘടനയ്ക്ക് ഒരു ആമുഖം ഉണ്ടെന്ന് അല്ലേ. അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എങ്ങനെയാണ് ഇന്ത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. ഇന്ത്യ എന്താണ്? ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് നമ്മുടെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. ഇനി 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത വാക്കുകൾ നമുക്കറിയാം. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതാണ് 42ാമത് ഭരണഘടനാ ഭേദഗതി. ഓക്കെ, അപ്പോൾ അതിലൂടെയാണ് നമ്മൾ എന്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്? ആമുഖത്തിൽ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നമ്മുടെ ആമുഖം, ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ ഒറ്റത്തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് ഈ 42ാം ഭേദഗതി 1976 3 വാക്കുകളാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. സ്ഥിതി സമത്വം, മതേതരത്വം, അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. ഇതാണ് ആ 3 വാക്കുകൾ. സ്ഥിതി സമത്വം, മതേതരത്വം, അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നുള്ളത് ആമുഖത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ചിലപ്പോൾ ഓപ്ഷനിൽ 3 ഓപ്ഷൻ ഇത് തരാം. ഓക്കെ, ഒരെണ്ണം അല്ലാത്തതായിട്ടുള്ള ഒരെണ്ണം തരാം. എന്നിട്ട് ഇതിൽ ഏതാണ് ആമുഖത്തിൽ 42ാം ഭേദഗതി പ്രകാരം മാറ്റിയിട്ടുള്ളത് അല്ലേ, ആ വാക്കുകൾ പെടുന്നത് ഏത്, പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണെന്ന്. ഓക്കെ, ഭാഗം 3 മൗലിക അവകാശങ്ങളൊക്കെ ഉൾപ്പെടുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഏത് ഭാഗത്തിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടുന്നത്? ഭാഗം 3. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ നൽകേണ്ട അവകാശങ്ങളെക്കുറിച്ച് പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട്, അതാണ് 1928 നെഹ്റു റിപ്പോർട്ട്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ കുറച്ച് അവകാശങ്ങളൊക്കെ നൽകണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോത്തിലാൽ നെഹ്റു ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിനെയാണ് 1928 നെഹ്റു റിപ്പോർട്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ തയ്യാറാക്കാൻ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് 1928, അതുപോലെ തന്നെ അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പത്രികയാണ്. അപ്പം നമ്മുടെ ഭരണഘടനയ്ക്ക് എന്താണ്? മൗലിക അവകാശങ്ങൾ വേണം അല്ലേ. അപ്പം നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് മൗലിക അവകാശങ്ങൾ. അപ്പം അത് നമ്മൾ എന്തിനടിസ്ഥാനമാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, ഈ 1928 മോത്തിലാൽ നെഹ്റു ഒക്കെ സെക്രട്ടറി ആയിട്ടുള്ള ആ ഒരു ഇതിൽ, ഓക്കെ, ആ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് 1928 ആ റിപ്പോർട്ട് വന്നത്. അത് പ്രകാരവും അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പത്രിക അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇതിനെ രണ്ടിനും അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയില്ല? ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് 6 മൗലിക അവകാശങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം. നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശങ്ങളുടെ എണ്ണം 7 ആയിരുന്നു. ഇപ്പോൾ നിലവിൽ 6 എണ്ണാണുള്ളത്. മൗലിക അവകാശങ്ങളിൽ സ്വത്തവകാശം എന്നുള്ളത് ഒരാളുടെ മൗലിക അവകാശമായിരുന്നു. എന്നാൽ 44ാമത് ഭേദഗതി 1978 പ്രകാരം ഈ സ്വത്തവകാശത്തെ നിയമാവകാശമാക്കി മാറ്റി, മൗലിക അവകാശങ്ങളിൽ നിന്നും റിമൂവ് ചെയ്തു. ആ ഭരണഘടനാ ഭേദഗതി മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. 44ാം ഭരണഘടനാ ഭേദഗതി 1978. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ മൗലിക അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്നത്. ഓക്കെ, 14 മുതൽ 18 വരെ. ഇനിയിപ്പോൾ നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലാണ് പെടുന്നത്. ഓക്കെ, മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത് 12 മുതൽ 35 വരെയുള്ളതാണ്. ഇനി അതിൽ 14 മുതൽ 18 വരെ റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശമാണ്.
ഓക്കെ. ഇനി സെക്കൻഡ് വൺ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. നമുക്ക് ഈക്വാലിറ്റിക്ക് മാത്രമാണോ? അല്ല. നമുക്ക് എന്താണ്? ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം എന്നുള്ളൊരു അല്ലേ, നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. അത് 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കിട്ടിയല്ലോ. ഇനി അടുത്തത് മൂന്നാമത്തെ നമ്മുടെ മൗലികാവകാശമാണ് ചൂഷണത്തിന് എതിരെയുള്ള അവകാശങ്ങൾ. നമ്മുടെ ഭരണഘടനാ ഭേദഗതിയിൽ 23ഉം 24ഉം ആണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23, 24. ഓക്കെ. 12 മുതൽ 35 വരെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അതിൽ 14 to 18 ആണ് ഇക്വാലിറ്റി, റൈറ്റ് ടു ഇക്വാലിറ്റി വരുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം റൈറ്റ് ടു ഫ്രീഡം 19 മുതൽ 22 വരെ വരുന്നു. 23, 24 തുടങ്ങിയവ ചൂഷണത്തിന് എതിരെയുള്ള അവകാശമാണ്. ഓക്കെ. ഇനി അടുത്ത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. 25 മുതൽ 28 വരെയാണ്. ഓക്കെ. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഓക്കെ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നുള്ളതാണ് 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾ പറയുന്നത്. അതിനുശേഷം പിന്നെ പറയുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. അത് 29ലും 30ലാണ് പറയണത്. ഓക്കെ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ആണ് കേട്ടോ. അതാണ് വരുന്നത് 29 മുതൽ 30 വരെ. ഇനി അടുത്ത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം 32ലാണ് വരുന്നത്. ഓക്കെ. ഭരണഘടനാപരമായ പരിഹാരം കാണാൻ 32ാമത്തെ ആർട്ടിക്കിളാണ് വരുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള 6 മൗലികാവകാശങ്ങൾ. ഏതൊക്കെയാണെന്ന് പറഞ്ഞു? റൈറ്റ് ടു ഇക്വാലിറ്റി, അതായത് സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 19 മുതൽ 22 വരെ റൈറ്റ് ടു ഫ്രീഡം ആണ്. 23ഉം 24ഉം ചൂഷണത്തിനെതിരെയുള്ളതാണ്. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അതുപോലെ തന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ന്യൂനപക്ഷങ്ങൾക്കാണ് കേട്ടോ. അങ്ങനെ കൊടുക്കുന്നതാണ് 29, 30 തുടങ്ങിയവ. അതിനുശേഷം 32ലാണ് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണാനുള്ള അവകാശം. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, അപ്പോൾ 31 വിട്ടുപോയല്ലോ എന്ന്. അപ്പോൾ ഈ 31ലായിരുന്നു സ്വത്തവകാശം ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ സ്വത്തവകാശം 31ാമത്തെ ആർട്ടിക്കിളിലായിരുന്നു. അതാണ് നമ്മളിപ്പോൾ എന്താക്കി മാറ്റിയത്? ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. 300A ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ 6 മൗലികാവകാശങ്ങളാണ് നമുക്കുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ CRT ഒരു എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് ജാതി മതിൽ വിഷയം ഏത് ഗ്രാമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. മധ്യമപുരമാണ്. ജാതി മതിൽ വിഷയം മധ്യമപുരം എന്ന ഗ്രാമവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ഓർത്തിരിക്കട്ടെ, CRT പോയിന്റാണ്, അതുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു റൈറ്റ് ടു ഇക്വാലിറ്റി എന്നുള്ളത് പറഞ്ഞു. നമ്മുടെ ഭരണഘടനയുടെ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിലിനി ഓരോന്നും നമുക്ക് പഠിക്കാണ്ട്. ആദ്യത്തെ നിയമത്തിന് മുമ്പിലുള്ള സമത്വം, അതാണ് 14 പറയുന്നത്. ഓക്കെ. അപ്പോൾ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ് എന്ന് പറയുന്നതാണ് 14ാമത് ആർട്ടിക്കിളിൽ വരുന്നത്. ഇനി അടുത്തത് പറയുന്നത് എന്താണ്? ജാതി, മതം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കലാണ് 15ാമത് ആർട്ടിക്കിളിൽ വരുന്നത്. ആർട്ടിക്കിൾ 15 എന്താണ് പറയുന്നത്? നമ്മൾ ജാതി, മതം, ലിംഗം, ജനനസ്ഥലം ഇവയുടെ ബേസിൽ നമുക്ക് ഒരു വിവേചനങ്ങളും ഉണ്ടാവാൻ പാടില്ല, അല്ലേ? ആ വിവേചനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിരോധിക്കണം. ആ ഒരു ഇതാണ് മെയിനായിട്ട് പറയുന്നത്. എന്തിൽ? ആർട്ടിക്കിൾ 15 പറയുന്നത്. ഓക്കെ. ഇനി പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നുള്ളത് 16ാമത് ആർട്ടിക്കിളിലാണ് വരുന്നത്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുക. അതുപോലെ തന്നെ തൊട്ടുകൂടായ്മ നിയമം നിർത്തലാക്കൽ 17ാമത്തെ ആർട്ടിക്കിളിലാണ് വരുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ഭരണഘടനാ ഭേദഗതി ഭരണഘടനയുടെ ഏത് മൗലികാവകാശമാണ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തൊട്ടുകൂടായ്മ നിരോധനമാണ് ആർട്ടിക്കിൾ 17 എന്നുള്ളത് ഉത്തരം വരിക. ഓക്കെ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയിട്ടുള്ള ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. ഇനി അടുത്തത് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലാണ് 18. ഓക്കെ. അപ്പോൾ സൈനികപരമായിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ പത്മശ്രീ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഡോക്ടർ, അങ്ങനെയൊക്കെയുള്ള പേരുകൾ ഒഴികെ മറ്റുള്ള ഇപ്പോൾ നമ്മൾ തമ്പ്ര അങ്ങനെ വിളിക്കുക, അല്ലേ? അങ്ങനത്തെ പേരുകളൊക്കെ തമ്പുരാട്ടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിർത്തലാക്കുക. ആ സ്ഥാനപ്പേരുകൾക്ക് നിർത്തലാക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ഓക്കെ. അതാണ് 18ാമത്തെ ആർട്ടിക്കിളിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഈ റൈറ്റ് ടു ഇക്വാലിറ്റി, അല്ലേ? അപ്പോൾ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ് 14 പറയണത്. 15 എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻസ് ഒന്നും അരുത്. എന്തിൻ്റെ? ജാതി, മതം, ലിംഗം, ജനനസ്ഥലം ഇതിൻ്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒന്നും പാടില്ല എന്നുള്ളത് 15ലാണ് പറയുന്നത്. ഇനി 16 എന്താണ് പറയുന്നത്?
അല്ലെ പൊതു തൊഴിലുകളിലൊക്കെ അവസര സമത്വം പ്രൊവൈഡ് ചെയ്യുക, അല്ലെ ഗവൺമെന്റ് ജോലികളിലും അതിലൊക്കെ ഒരു അവസര സമത്വം പ്രൊവൈഡ് ചെയ്യുക. അതാണ് 16 പറയുന്നത്. 17 തൊട്ടുകൂടായ്മ നിരോധനമായിട്ട് ബന്ധപ്പെട്ടതാണ്. 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽ, അല്ലെ അതായത് എന്താണ് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലുമായിട്ട് ബന്ധപ്പെട്ടതാണ് 18ാമത് ആർട്ടിക്കിൾ. കിട്ടിയല്ലോ. ഇനി നമുക്ക് തൊട്ടുകൂടായ്മ നിരോധന നയം നിലവിൽ വന്നത് 1955 ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് 1955 ഇപ്പോൾ അത് സിവിൽ റൈറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ 1976 അതിനെ ഭേദഗതിയൊക്കെയായി അങ്ങനെയാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955 ഇപ്പോൾ അതിനറിയപ്പെടുന്ന പേര് സിവിൽ റൈറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1976 എന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കുക കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ നമ്മുടെ മൗലിക അവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമ്മൾ ഓൾറെഡി പറഞ്ഞു 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടുന്നത്. നമുക്ക് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് മൗലിക അവകാശങ്ങളും 6 ഉള്ളത്, മൗലിക സ്വാതന്ത്ര്യങ്ങളും 6 ഉള്ളത്. അപ്പോൾ ആദ്യത്തെ 19(1) മുതൽ 19(6) വരെയുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ പറയുന്നത് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അത്. ഓക്കെ, അതിൽ 19(1) പറയുന്നത് സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. നമുക്ക് സംസാരിക്കാം, നമുക്ക് തോന്നുന്നത് അല്ലെ, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമൊക്കെ ഉണ്ട്. ആശയം പ്രകടിപ്പിക്കാനും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ ഒപ്പീനിയനുകളൊക്കെ പറയാനും എല്ലാത്തിനുള്ള അവകാശം നമുക്കുണ്ട്. അതാണ് ആർട്ടിക്കിൾ 19(1) പറയുന്നത്. അതിനുശേഷം ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, അതാണ് റൈറ്റ് ടു അസംബിൾ. ഓക്കെ, റൈറ്റ് ടു അസംബിൾ എന്ന് പറയുന്നത് എന്താണ്? ആയുധങ്ങളൊന്നും കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം? സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതാണ് 19(2) പറയുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ്? സംഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ അധികം സംഘടനകളൊക്കെ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ അസോസിയേഷനുകളൊക്കെ ഉണ്ട്, അല്ലേ? അപ്പോൾ റൈറ്റ് ടു അസോസിയേറ്റ് എന്ന് പറയാം. സംഘടനാ സ്വാതന്ത്ര്യം ഉണ്ട്, എല്ലാവർക്കും സംഘടനകൾ രൂപീകരിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതുപോലെ തന്നെ 19(4) ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, അല്ലേ? ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് സഞ്ചരിക്കാം, അല്ലെ? അതിനുള്ള അവകാശം നമുക്കില്ല, അധികാരമുണ്ട്, സ്വാതന്ത്ര്യം ഉണ്ട്, അല്ലേ? അപ്പോൾ അതാണ് 19(4) പറയണത്. ഇനി 19(5) പറയണത് ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇന്ത്യയിൽ എവിടെയും റൈറ്റ് ടു മൂവ് ഉണ്ട്, അതുപോലെ റൈറ്റ് ടു റിസൈഡ് എനിവർ ഇൻ ഇന്ത്യ, അല്ലേ? എവിടെ വേണമെങ്കിലും നമുക്ക് താമസിക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ഏത് തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം, അല്ലേ? റൈറ്റ് ടു ചൂസ് അവർ പ്രൊഫഷൻ, അല്ലേ? നമ്മുടെ പ്രൊഫഷൻ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. എനിക്ക് ഡോക്ടർ ആവണോ? എനിക്ക് ഡോക്ടർ ആവാം, അല്ലേ? അതിനുള്ളതുണ്ടെങ്കിൽ എനിക്ക് ഡോക്ടർ ആവാൻ പറ്റും, നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എഞ്ചിനീയർ ആവണോ? അങ്ങനെ അതൊക്കെ നമ്മുടെ പ്രൊഫഷൻ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? അത്രേ പറയണുള്ളൂ. ഓക്കെ, അപ്പോൾ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണുള്ളത്. ആദ്യത്തെ എന്താണ്? റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ആശയപ്രകടനങ്ങൾ, അല്ലെ? നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലാണ് വിവരാവകാശം. നമ്മളിപ്പോൾ വിവരാവകാശം വെക്കാറുണ്ട്, അല്ലേ? എന്തിനെങ്കിലും കുറിച്ച് അറിയണമെങ്കിൽ. അപ്പോൾ അത് ഇതിലാണ് വരിക കേട്ടോ. 19(1) വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? രണ്ടാമത്തേൽ എന്ത് നമ്മൾ പറഞ്ഞു? റൈറ്റ് ടു അസംബിൾ, എവിടെ വേണമെങ്കിലും സമാധാനപരമായിട്ട്, ആയുധങ്ങളൊന്നും ഇല്ലാതെ സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക്. പിന്നെ റൈറ്റ് ടു അസോസിയേറ്റ് ആണ് പറഞ്ഞത്. എന്താണ്? നമുക്ക് അസോസിയേഷനുകളൊക്കെ രൂപീകരിക്കാനും എല്ലാത്തിനും പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? റൈറ്റ് ടു അസോസിയേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റൈറ്റ് ടു മൂവ് എനിവർ ഇൻ ഇന്ത്യ, നമുക്ക് എവിടെ വേണമെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ, അല്ലേ? ഉള്ള അവകാശമുണ്ട്. റൈറ്റ് ടു റിസൈഡ് എനിവർ ഇൻ ഇന്ത്യ, എവിടെ വേണമെങ്കിലും താമസിക്കാനുള്ള അധികാരമുണ്ട്, അല്ലേ? സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? റൈറ്റ് ടു ചൂസ് എനി പ്രൊഫഷൻ, നമുക്ക് ഏത് പ്രൊഫഷൻ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. കിട്ടിയല്ലോ. ഇനി നമ്മുടെ റൈറ്റ് ടു ഫ്രീഡത്തിൽ തന്നെ വരുന്ന മറ്റ് 2 നമ്മൾ പറഞ്ഞു, അല്ലേ? 19 മുതൽ 22 വരെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതിൽ 20ാമത്തെ ആർട്ടിക്കിൾ നോക്കാം. കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിക്കുന്ന സംരക്ഷണമാണ്. ഓക്കെ, ഇപ്പോൾ കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ മുൻകാല പ്രാബല്യം വെച്ചിട്ട് ഒരാളെ ശിക്ഷിക്കാനോ മറ്റൊന്നും പാടില്ല. പിന്നെ ഒരു തെറ്റിന് ഒരു ശിക്ഷയെ പാടുള്ളൂ, അല്ലേ? ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാൻ പാടോ? ഇല്ല. അതുപോലെ തന്നെ അയാൾക്കെതിരെ തന്നെ തെളിവ് കൊടുക്കാൻ അയാളെ നിർബന്ധിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അവകാശമില്ല. ഓക്കെ, അപ്പോൾ അതിനുള്ള സംരക്ഷണമുണ്ട്. അതൊക്കെയാണ് ഈ 3 കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിക്കുന്ന സംരക്ഷണം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക. അതാണ് 20ലാണ് വരുന്നത്. ഇനി അടുത്ത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ഏറ്റവും മൗലികമായത്, ഏറ്റവും അടിസ്ഥാനപരമായത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണമാണ് പറയുന്നത്. ഓക്കെ, അത് ആർട്ടിക്കിൾ 21 ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ശ്രദ്ധിക്കൂ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൊടുത്തത് 21A ആർട്ടിക്കിളിലാണ്. 21ാമത് A എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അമെൻമെൻറ്റിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. 86ാമത് ഭേദഗതി 2002 86ാം ഭേദഗതിയോട് കൂടിയിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ള ഭരണഘടനയുടെ ഒരു
എന്താണ് ആർട്ടിക്കിളാണ് 21A. എന്താണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം. ഓക്കെ, അതുപോലെ തന്നെ ഇനി 22 ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായിട്ടുള്ള സംരക്ഷണം. ഇപ്പം ഒരാൾ അന്യായമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. തടങ്കലിൽ പാർപ്പിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നതാണ്. അങ്ങനെ ഇപ്പോൾ പാർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ തൊട്ടടുത്ത മജിസ്ട്രേറ്റ് മുമ്പിൽ അദ്ദേഹത്തിന് ഹാജരാക്കണം. അങ്ങനെ ഒരു നിയമമുണ്ട് അല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ഒരു എന്താണ് ആദ്യമായിട്ട് അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിട്ടുള്ള ആൾ AKG ആണ്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ശ്രദ്ധിക്കുക. അടിയന്തരാവസ്ഥ കാലത്തും നിഷേധിക്കാൻ പറ്റാത്ത മൗലികാവകാശമാണ് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം. 21. ഓക്കെ, നമ്മുടെ ആർട്ടിക്കിൾ 21 പറഞ്ഞു എന്താണ് ഫണ്ടമെന്റൽ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണമാണ് ആർട്ടിക്കിൾ 21 ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമുക്ക് അടിയന്തരാവസ്ഥ കാലം അതിന് പോലും ആ സമയത്ത് പോലും നിഷേധിക്കാൻ പാടില്ല. ഒരാളുടെ ജീവൻ വെച്ചിട്ടൊന്നും കളിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഈ പറയുന്ന 19 ഫണ്ടമെന്റൽ ഫ്രീഡംസ് 19 മൊത്തം നമുക്ക് എന്തായിട്ട് മാറും? അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സസ്പെൻഡ് ആവും. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. രാഷ്ട്രപതിക്ക് എമർജൻസി വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു യുദ്ധം വരികയാണ്, അങ്ങനെയാകുമ്പോൾ എനിക്ക് എവിടെയും സഞ്ചരിക്കാൻ പറ്റുമോ? എവിടെയും താമസിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള അതൊക്കെ എൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമുക്ക് റദ്ദാവും. ഓക്കെ, അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദാവാത്ത ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ 21, 20 ഒക്കെയാണ് കേട്ടോ. 19 എന്തായാലും എന്താണ് റദ്ദാവുന്ന ഒരു മൗലിക അവകാശമാണ്. ഓക്കെ, റൈറ്റ് ടു ഫ്രീഡം എന്നുള്ളതിൽ. ഓക്കെ, ആ 19 1 മുതൽ 19 6 വരെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റദ്ദാവും അടിയന്തരാവസ്ഥ സമയത്ത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റൈറ്റ് ടു ഫ്രീഡം. ഇനി അടുത്ത് പറയുന്നത് എന്താണ് റൈറ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ത് ചെയ്യാം? എക്സ്പ്ലോയിറ്റേഷന് എതിരെയുള്ള അവകാശങ്ങളാണ്, ചൂഷണത്തിന് എതിരെയുള്ള അവകാശങ്ങളാണ്. അത് 23 മുതൽ 24 വരെയുള്ള ആർട്ടിക്കിളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൽ വരുന്നത് നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് അനുച്ഛേദം 23. അപ്പോൾ 23ാമത്തെ പറയുന്നത് വെച്ചാൽ നിർബന്ധിതമായിട്ട് തൊഴിൽ ചെയ്യുക, മനുഷ്യ കച്ചവടങ്ങൾ ചെയ്യുക. ഇതൊക്കെ നിരോധിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 23. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. വ്യവസായശാലകളിലും മറ്റും അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന അനുച്ഛേദം. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലവേല നിരോധിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ മൂലമാണ്? ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. PYQ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. അതേതാണ്? 24ാമത്തെ ആർട്ടിക്കിളാണ്. ബാലവേല 24 കേട്ടോ. അപ്പോൾ 23, 24 എന്താണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. അത് അടിമക്കച്ചവടമൊക്കെ വരുന്നത് 23-നും ബാലവേല 24-ലുമാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അതിൽ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതും ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ്, അതുപോലെ മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. നോക്കൂ, എന്താണ് മതേതരത്വം എന്ന് നോക്കാം. അപ്പോൾ മതേതരത്വ പ്രകാരം ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. ഇന്ത്യക്കൊരു ഔദ്യോഗികമായിട്ട് ഇന്ത്യക്കൊരു മതമില്ല. ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇന്ത്യ ഒരു മതത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിച്ചുകൂടെ? നമുക്ക് മതം മാറാനും എല്ലാത്തിനുള്ള അവകാശം നമുക്കുണ്ട് അല്ലേ ഇന്ന്. അപ്പോൾ എന്താണ്? മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കൊരു മതമുണ്ടോ? ഔദ്യോഗികപരമായിട്ട് ഇന്ത്യക്കൊരു മതമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അതുപോലെ തന്നെ ത്യജിക്കാനും എല്ലാത്തിനുള്ള അവകാശം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അതൊക്കെയാണ് കേട്ടോ പറയുന്നത് മതേതരത്വത്തിൽ. ഇനി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വന്തമായി ഏതു മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശമുണ്ട് അല്ലേ. ഇപ്പം എനിക്ക് ഇന്ന മതത്തിൽ വിശ്വസിക്കുന്നതാണ് ഇഷ്ടം, അതിൻ്റെ ആചാരങ്ങളോട് ഒത്തുപോകാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പം അങ്ങനെയൊക്കെ പറയണത് 25ാമത്തെ ആർട്ടിക്കിളാണ്. അതിനുള്ള അവകാശം എനിക്കുണ്ട്. ഓക്കെ, അതേതാണ്? 25ാമത്തെ ആർട്ടിക്കിളാണ് പറയുന്നത്. ഇനി അടുത്ത് 26ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് മതവിഭാഗങ്ങൾക്ക് മതജീവ കാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, ഇപ്പോൾ ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദുസ് ആയാലും കുറേയധികം അനാഥാലയങ്ങളുണ്ട്, ഓർഫനേജുകൾ അല്ലെ, വൃദ്ധസദനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം അങ്ങനത്തെ കാരുണ്യ സ്ഥാപനങ്ങൾ അല്ലേ, മത ജീവകാരുണ്യ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 26-ൽ വരുന്നത്. ഓക്കെ,
പിന്നെന്താണ്, ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിന് എതിരെയായുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതാണ് 27 പറയുന്നത്. അപ്പൊ ടാക്സ്, ഇപ്പൊ ഏതെങ്കിലും ഒരു മതം അതിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നമ്മൾ ടാക്സ് കൊടുക്കാൻ നമ്മളെ നിർബന്ധിക്കുക, അപ്പൊ അതിന് എതിരെ, അത് തെറ്റല്ലേ, നിർബന്ധിക്കുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പൊ അതിനെതിരായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട്, അതാണ് 27 പറയുന്നത്. ഓക്കെ, അതാണ് ടാക്സ് കേട്ടോ. നികുതിയായിട്ട് ബന്ധപ്പെട്ടത് 27ആണ്. അതുപോലെ തന്നെ മതബോധനത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള സ്വാതന്ത്ര്യം 28ലാണ് പറയുന്നത്. ഇപ്പം മതബോധനമാണ്, അപ്പം എനിക്ക് താല്പര്യമില്ല, എനിക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം, അതിനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്, അതാണ് 28ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്. കിട്ടിയല്ലോ. അപ്പോൾ 25 മുതൽ 28 വരെ ഏതാണ്, മതേതരത്വമാണ് അല്ലേ. അപ്പോൾ എന്താണ് ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളാണ്. 29, 30 എന്നീ ആർട്ടിക്കിൾസിലാണ് അത് വരുന്നത്. 29 എന്താ പറയുന്നത് വെച്ചാൽ ന്യൂനപക്ഷങ്ങൾക്ക് അവരവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണമാണ്. റൈറ്റ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മൈനോറിറ്റീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് 29ാമത്തെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരം ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷയെയും ലിപിയെയും സംസ്കാരത്തെയും ഒക്കെ സംരക്ഷിക്കാം. ഓക്കെ, അതാണ് 29ാമത് ആർട്ടിക്കിൾ പറയുന്നത്. ഇനി എന്താണ് 30ാമത്തെ ആർട്ടിക്കിൾ നമ്മൾ പറയുന്നത്, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള അവകാശമാണ്. എഡ്യൂക്കേഷണൽ റൈറ്റ് ഓഫ് ദ മൈനോറിറ്റീസ് ആണ് 30 പറയുന്നത്. ഓക്കെ, അപ്പോൾ 29, 30 എന്താന്ന് പറഞ്ഞു, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശമാണ്. അതിൽ 29 പറയുന്നത് വെച്ചാൽ മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സംരക്ഷണം അല്ലെ, അതാണ് 29. റിപ്പീറ്റഡ് ആണ് കേട്ടോ, എപ്പോഴും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാനുള്ളതാണ് 30 ആർട്ടിക്കിളിൽ പറയുന്നത്. ഇത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്തത് പിന്നെ 31 നമ്മൾ ഇല്ല എന്ന് പറഞ്ഞു, അത് എന്താണ്, സ്വത്തവകാശമായിരുന്നു, അതെടുത്ത് കളഞ്ഞു. അപ്പോൾ ഇപ്പം നിലവിൽ 6 മൗലികാവകാശങ്ങളാണുള്ളത്, നമ്മൾ പറഞ്ഞുല്ലോ. അപ്പോൾ 6ാമത്തെ ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണുന്നതിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കാൻ ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാൻ അവകാശം നൽകുന്നതാണ് ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അപ്പോൾ നമ്മുടെ ഈ മൗലികാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭരണഘടനാ പരിഹാരത്തിനുള്ളതാണെന്ന് പറയണം. ഇപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ, റൈറ്റ് ടു ഇക്വാളിറ്റി പറഞ്ഞു അല്ലേ, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം അല്ലെ, എക്സ്പ്ലോയിറ്റേഷനെതിരായിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മതസ്വാതന്ത്ര്യം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മൗലികാവകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവമാണ് ഈ ഒരു ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ 32ാമത്തെ ആർട്ടിക്കിൾ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യമോ ഈ ഒരു അവകാശങ്ങളോ അതൊന്നും തന്നിട്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല അല്ലെ. ഇത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാനുള്ള അവകാശം അല്ലെ, നമ്മുടെ അതൊരു അവകാശം തരുന്നതാണ് ഈ ഒരു 32ാമത്തെ ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പഠിക്കേണ്ടതാണ് റിട്ടുകൾ. അപ്പോൾ എന്താണ് റിട്ടുകൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ട് എന്നറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുണ്ട്. ഇപ്പോൾ എനിക്കൊരു മൗലികാവകാശം എന്നെ ലംഘിക്കപ്പെട്ടു, ഞാൻ ഹൈക്കോടതിനെയും സുപ്രീം കോടതിനെയും അവിടെ പോയി കണ്ടു, അപ്പോൾ അവർ അതിനൊരു ഉത്തരവിറക്കി, അതിനെയാണ് നമ്മൾ റിട്ട് എന്ന് പറയുന്നത്. 5 തരത്തിലുള്ള റിട്ടുകളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, ക്വവാറണ്ടോ, സെർഷ്യോററി, പ്രൊഹിബിഷൻ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റിട്ടുകൾ. ഏതൊക്കെയാണ്, ഹേബിയസ് കോർപ്പസ് ഉണ്ട്, മാൻഡമസ് ഉണ്ട്, ക്വവാറണ്ടോ, സെർഷ്യോററി, പ്രൊഹിബിഷൻ. ഓക്കെ, അതിൽ ജസ്റ്റ് ഇത് ഡീറ്റെയിൽ ആയിട്ട് CRT പറയുന്നില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അന്യായമായിട്ട് ഒരാൾ തടങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടി അല്ലേ, അതിനൊക്കെ വേണ്ടി പുറപ്പെടുവിക്കുന്നതാണ് ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിട്ടുള്ള ആളെ നമുക്ക് വേഗം തന്നെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിറക്കുന്നതാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നും കൂടിയാണ് ഈ ഒരു റിട്ട് അറിയപ്പെടുന്നത്. അടുത്തത് മാൻഡമസ് ആണ്. മാൻഡമസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പബ്ലിക് ഒഫീഷ്യൽ, ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിലെ ഒരു സ്റ്റാഫ് അയാളുടെ ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്കെതിരെ എന്താണ്, നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ഗവൺമെൻറ് ഒഫീഷ്യലിനെ പോയി കാണുന്നു, അയാൾ ആ ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ അയാളോട് ആ ഡ്യൂട്ടി ചെയ്ത് കൊടുക്കാൻ വേണ്ടി കോടതി ഉത്തരവിറക്കും. അപ്പോൾ അതാണ് മാൻഡമസ്, അല്ലെങ്കിൽ നാം കൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. വി കമാൻഡ്, അതാണ് അതിൻ്റെ കറക്റ്റ് വേർഡ്. ഓക്കെ, ഇനി അടുത്ത് ക്വവാറണ്ടോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പബ്ലിക് ഒഫീഷ്യൽ അല്ലെ, ഒരു ഗവൺമെൻറ് ഒഫീഷ്യലെ ആ ഒരു പോസ്റ്റ് ഇരിക്കാൻ അർഹനല്ല എങ്കിൽ അയാൾക്കെതിരെ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ്. ഓക്കെ, എന്തധികാരത്തിൽ അങ്ങനെയുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒഫീഷ്യൽ ആ ഒരു പോസ്റ്റ് ഇരിക്കാൻ യോഗ്യനല്ലെങ്കിൽ അയാൾക്കെതിരെ പുറപ്പെടുവിക്കുന്നതാണ് ക്വവാറണ്ടോ. ഇനി സെർഷ്യോററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ, അതായത് കീഴ്ക്കോടതികളിൽ നിന്നും മേൽക്കോടതിയിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി, കേസുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. പ്രൊഹിബിഷൻ എന്താണ് പറയുന്നത്,
പ്രൊഹിബിഷൻ പറയുന്നത് എന്താണ്, ഇപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു ഉത്തരവ് കീഴ്ക്കോടതികൾ എന്തെങ്കിലും ഒരു കാര്യം ലംഘിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് നിർത്തിക്കോ, പ്രൊഹിബിറ്റ് ചെയ്യൂ എന്ന് പറയുന്നതാണ്. അത് തടയുന്നതാണ്. ഓക്കെ, പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഉത്തരവ് അതിനെ അല്ലെങ്കിൽ ആ ഒരു ഇതിനെ തടയുന്നതിനെയാണ് നമ്മൾ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെർഷ്യോററിയും പ്രൊഹിബിഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് രണ്ടും കോടതികൾക്കെതിരെയൊക്കെ പ്രയോഗിക്കുന്നതാണ്. മാൻഡമസും അതുപോലെ തന്നെ കോവാറിൻ്റെ ഒക്കെ എന്താണ് ഓരോ പബ്ലിക് ഒഫീഷ്യൽസിനെതിരെ അവർക്കെതിരെയായിട്ട് പുറപ്പെടുവിക്കുന്നതാണ്. ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് വേറെ എടുത്ത് തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പറയുന്നത്. ഇനി ഭരണഘടനയുടെ പാർട്ട് 4 പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി എന്നറിയപ്പെടുന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4 വരുന്നത്. ഓക്കെ, ജനക്ഷേമത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നടപ്പിലാക്കാൻ ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങളാണിത്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നടപ്പിലാക്കാൻ ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങളാണിത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ക്ഷേമരാഷ്ട്ര രൂപീകരണം. അപ്പം ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ എഴുതി വെച്ചോളൂ, എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്ത നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 37. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്കത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയോ ചെന്ന് കാണാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോടതിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സമീപിക്കാനായിട്ട് പറ്റില്ല. അത് നോൺ ജസ്റ്റിഫയബിൾ ആണെന്ന് പറയണു. ആ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 37. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി അതിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഈ SCERT ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ് എടുത്ത് തരാം. ഓക്കെ, അപ്പോൾ അതിൽ 39A എന്നില്ല കേട്ടോ, ഒരു A ഉള്ളൂ. 39A സൗജന്യ നിയമസഹായം, ഫ്രീ ലീഗൽ എയ്ഡ് ആണ് കേട്ടോ. സൗജന്യ നിയമസഹായമാണ് 39A. അതുപോലെ തന്നെ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കുക എന്നുള്ളത് 39D വരുന്നത്. ഓക്കെ, അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. SCERT പറഞ്ഞത് മാത്രമാണ് സൗജന്യ നിയമസഹായം 39A പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം അത് 39D പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക. അത് ആർട്ടിക്കിൾ 46 പറയുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടത് ഏത് ആർട്ടിക്കിളാണ്? 46 ആർട്ടിക്കിളാണ്. ഇനി അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കൽ 51 വരുന്നത്. ആർട്ടിക്കിൾ 51 എന്താണ്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പാക്കലാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടനയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ പ്രധാന ഗാന്ധിയൻ ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, അനുച്ഛേദം 40 പറയുന്നത്. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കൽ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ആർട്ടിക്കിൾ. അതുപോലെ തന്നെ കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ 43 ആർട്ടിക്കിളിലാണ് വരുന്നത്. കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ. പിന്നെ ലഹരി വസ്തുക്കളുടെ നിരോധനം, അത് ആർട്ടിക്കിൾ 47. ഇതൊക്കെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഗോവധ നിരോധനം അനുച്ഛേദം 48. ഓക്കെ, അപ്പോൾ ഗാന്ധിയനാശയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടനയുടെ ഭാഗം ചോദിച്ചാൽ ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ഗാന്ധിയൻ ആശയങ്ങൾ എന്ന് പറയുന്നത്? ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപീകരണം, അതുപോലെ കുടിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ലഹരി വസ്തുക്കളുടെ നിരോധനം, ഗോവധ നിരോധനം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഗാന്ധിയൻ ആശയങ്ങൾ. എടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വരെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുമല്ലോ. ഇനി നമ്മുടെ പ്രധാനമായിട്ട് ഈ ഒരു SCERT അവസാനത്തെ പോയിന്റാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളാണ്. 4A വന്നിട്ടുള്ളത്. ഓക്കെ, മൗലിക കർത്തവ്യങ്ങൾ 4A ഭാഗം 4A വന്നിട്ടുള്ളത്. ഇപ്പോൾ നിലവിലുള്ളത് 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. എന്നാൽ 1976 42 ഭേദഗതി പ്രകാരം 10 മൗലിക കർത്തവ്യങ്ങളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, മൗലിക കർത്തവ്യങ്ങൾ എത്ര ഉണ്ടായിരുന്നു? 10 ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് 86 ഭേദഗതി 2002 11ാമത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി മൗലിക കർത്തവ്യം നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അതെന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം, അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കടമയാണ്. അത് പറയുന്നതാണ് അല്ലെ, നമ്മുടെ കടമ, രക്ഷിതാവിൻ്റെ കടമയാണ്. അതാണ് പ്രധാനമായിട്ട് അതിൽ പറയുന്നത്. അത് നമ്മൾ മറ്റേ 21A എന്നുള്ളൊരു
ഇതിൽ പറഞ്ഞു അല്ലേ, നമ്മുടെ മൗലിക അവകാശമാണ് അല്ലേ. അപ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം അത് നമ്മുടെ മൗലിക അവകാശമാണ്. അപ്പോൾ അതേ തന്നെ ആ സംഭവം തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് വന്നു. നമ്മുടെ കർത്തവ്യമാണ് നമ്മുടെ മക്കളെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള നമ്മുടെ മക്കൾക്ക് എന്താണ് വിദ്യാഭ്യാസം, സൗജന്യവും നിർബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക അല്ലേ, അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞതാണ് മൗലിക കർത്തവ്യങ്ങളിലെ 11ാമത്തെ പറയണത്. അപ്പം മൊത്തം എത്ര മൗലിക കർത്തവ്യങ്ങളുണ്ട്? 11 എണ്ണമാണ്. 10 എണ്ണം വന്നിട്ടുള്ളത് 1976 42ാം ഭേദഗതി പ്രകാരമാണ്. ഓക്കെ, 4A പറയുന്നത്. 4 എന്ന് പറയുന്നത് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളാണ്. 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യുന്നത്. അത് 1976 42ാം ഭേദഗതി പ്രകാരമാണ്. അന്ന് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉണ്ടായിരുന്നത്. 11ാമത്തെ ആഡ് ചെയ്ത ഭേദഗതിയാണ് 2002 86ാം ഭേദഗതി. ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും എന്നുള്ള അല്ലെങ്കിൽ കർത്തവ്യങ്ങളും എന്നുള്ളൊരു ഏരിയയിൽ SCERT ആയിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പിന്നെ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് SCERT മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ, എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അതേസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോട് ലഭിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്